രണ്ട് ലോക മഹായുദ്ധങ്ങളും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധപതനവും മറ്റനേകം ലോകരാജ്യങ്ങളുടെ ഉൽപ്പത്തിയും കണ്ട നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 1990-കളിൽ പ്രതീക്ഷയുടെയും പുത്തൻ ഉണർവിന്റെയും 21-ാം നൂറ്റാണ്ടിലേക്ക് ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു. ഇവിടെ കേരളത്തിന്റെ സാധാരണ ഗ്രാമങ്ങളിൽ, സാധാരണ വിദ്യാലയങ്ങളിൽ കുറച്ച് ചെറുപ്പക്കാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടുകാർക്ക് ഒരു കൈത്താങ്ങാകുവാനും മാതാപിതാക്കൾക്ക് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ വേണ്ടതെല്ലാം ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനുമായി ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലം. പലരും പ്രീ ഡിഗ്രി പൂർത്തിയാക്കി 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രിയും യോഗ്യതയുള്ള എല്ലാ ജോലികൾക്കും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ 2000 ആണ്ടിന്റെ ഒരു വസന്തകാലത്തിന്റെ മധ്യത്തിൽ കേരളത്തിലെ കൊച്ചി നഗരത്തിലെ ഒരു പ്രഭാതത്തിൽ ഇവരെല്ലാം നാവികസേനയിലേക്ക് ജോലി അന്വേഷിച്ചെത്തിപ്പെടുകയും അവിടുത്തെ പല കടമ്പകളും കടന്ന് ജീവിതത്തിൽ ആദ്യമായി ഒരു ജോലി എന്ന സ്വപ്നം നേടിയെടുക്കുകയും ചെയ്തു. നേവി ഉദ്യോഗസ്ഥരായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ അങ്ങനെ ജീവിതയാത്ര തുടങ്ങുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും നാട്ടിൻ പുറത്ത് ചെറിയ സൗഹൃദങ്ങളും ഒഴികെ മറ്റൊന്നും കണ്ടിട്ടില്ലാത്ത അവർ പ്രാഥമിക ട്രെയിനിങ്ങിനായി ആദ്യം ഒറീസയിലെ ചിൽക്കയിലും പിന്നീട് കേരളത്തിന്റെ വെളിയിലെ പല ട്രെയിനിങ് സെന്ററുകളിലേക്കും എത്തിപ്പെടുന്നു. എന്നാൽ പിന്നീട് വരുന്ന ദിനങ്ങൾ അവർക്ക് അത്ര കണ്ട് എളുപ്പമുള്ളതായിരുന്നില്ല. കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ വ്യവസ്ഥയുടെ അവശേഷിപ്പുകൾ ധാരാളമായി കാണാവുന്ന ഒരു ചുറ്റുപാടിൽ അവർക്ക് ജീവിതം തള്ളി നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞും എസ്.ടി.ഡി ബൂത്തിൽ ഒരു മിനിറ്റ് ഉറ്റവരോട് സംസാരിക്കാൻ വേണ്ടി വരി നിന്നും വേണ്ടപ്പെട്ടവർക്ക് കത്തുകൾ എഴുതിയും അവർ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മറക്കുവാൻ ശ്രമിച്ചു. പ്രതിരോധ സേനയിലെ ബുദ്ധിമുട്ടേറിയ ട്രെയിനിങ് ദിനങ്ങൾ മുന്നിലോട്ട് തള്ളി നിൽക്കുമ്പോൾ അറിയാത്ത ഹിന്ദിയിൽ പലപ്പോഴും നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാതെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട വന്നപ്പോഴും താങ്ങായി ഒരു കൈ എന്നും അവന് നേർക്ക് വരുമായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഒരു മലയാളി സുഹൃത്തിന്റെ കൈ, അത് എപ്പോഴും അവനൊരു താങ്ങായിരുന്നു. അളിയ എന്ന ഒറ്റ വിളിയിൽ അത് ഒരു ആത്മബന്ധമായി വളർന്നു നിന്നു. പലപ്പോഴും നമുക്ക് കിട്ടുന്ന കത്തുകൾ പോലും എല്ലാവരും ചേർന്നാണ് വായിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മിക്ക മുഖങ്ങളും അവർക്കും സുപരിചിതം. ഇങ്ങനെ പല ഉയർച്ച താഴ്ചകളിലും സുഖദുഃഖങ്ങളിലും ഈ സൗഹൃദം ശക്തിപ്പെട്ടു വന്നു. ഒരാളുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അവരുടെ വീട്ടിലെ സ്വന്തം ബുദ്ധിമുട്ടായി കണ്ടു. സഹോദരങ്ങളുടെ പഠനം, പെങ്ങളുടെ കല്യാണം, സ്വന്തമായി കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് തുടങ്ങിയ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നിറവേറ്റുക ചെറിയ ശമ്പളത്തിൽ അന്ന് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് പലരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒരുമിച്ച് നിന്നു. സ്വന്തം ആവശ്യങ്ങൾ പലപ്പോഴും വേണ്ട എന്ന് വെച്ച് കുടുംബത്തിന് വേണ്ടിയും സ്വന്തക്കാർക്ക് വേണ്ടിയും ശമ്പളം മാറ്റിവെച്ചപ്പോൾ വൈകിട്ടത്തെ ചെറിയ ഇടവേളകൾ തങ്ങളുടെ സുഖദുഃഖങ്ങൾ പങ്കുവെക്കുവാൻ കിട്ടുന്ന അവസരമായിരുന്നു ഏക ആശ്വാസം. ഇങ്ങനെ ദൃഢമായ സൗഹൃദം 15 വർഷം കഴിഞ്ഞ് റിട്ടയർമെന്റ് എടുത്ത് വരുമ്പോൾ അവിടെ വെച്ച് പോരാൻ അവർക്ക് മനസ്സ് വന്നില്ല. ആ സൗഹൃദത്തെ എന്നേക്കും നിലനിൽക്കുന്ന രീതിയിൽ ഉയർത്തുവാൻ വേണ്ടി അവർ ഒരു തീരുമാനമെടുത്തു. എന്നും ഒരുമിച്ച് നിൽക്കണം, ഈ സൗഹൃദം എന്നും നിലനിൽക്കണം. ഒരുമിച്ച് എത്രയോ കടലുകൾ താണ്ടിയ ഈ സൗഹൃദം, ഇംഗ്ലീഷിൽ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ക്രോസ്ഡ് ഓഷ്യൻസ് ടുഗദർ. കേരളൈറ്റ്സ് അസോസിയേഷൻ ഓഫ് നേവൽ വെറ്ററൻസ്, കനവ് എന്ന പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ജനുവരി 2001 തുടങ്ങിയ സൗഹൃദം ജനുവരി 2016 കനവ് എന്ന സംഘടനയിൽ എത്തി. ഒരു സംഘടനയായി കനവ് രജിസ്റ്റർ ചെയ്തു. തങ്ങളുടെ ഇടയിൽ പരസ്പരം സഹായിച്ചും തങ്ങളുടെ ചുറ്റുപാടിൽ വിഷമിക്കുന്നവർക്ക് സമൂഹത്തിൽ ഒരു കൈത്താങ്ങായും അവർ വരുന്ന വർഷങ്ങളിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. മെമ്പേഴ്സിനിടയിൽ 25ഓളം വിവിധ പ്രവർത്തനങ്ങളിലൂടെ 11 ലക്ഷം രൂപയോളം കണ്ടെത്തി വിനിയോഗിച്ചു. സാമ്പത്തികമായി സഹായം ആവശ്യമായ ഘട്ടത്തിൽ 11 കുടുംബങ്ങൾക്ക് സഹായമായി 6 ലക്ഷം രൂപയോളം കണ്ടെത്തി സഹായിച്ചു. 18ഓളം മെമ്പേഴ്സിനു വേണ്ടി അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് കനവിന്റെ സ്നേഹോപകാരം നൽകി. അങ്ങനെ ഏകദേശം 17 ലക്ഷം രൂപയോളം കണ്ടെത്തി അംഗങ്ങൾക്കിടയിലും
കേരള സമൂഹത്തിലും കനവ് അതിന്റെ സേവനം കാഴ്ചവെച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയകാലത്ത് ആലപ്പുഴ, കൊച്ചി, ആലുവ, കോഴിക്കോട് തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ അവർ നാടിന് ഒരു കൈത്താങ്ങായി. ആദ്യമായി ഒരു നേവൽ വെറ്ററൻ സംഘടനയ്ക്ക് കൊച്ചിൻ നാവിക ആസ്ഥാനത്തേക്ക് ക്ഷണം ലഭിച്ചു. അവിടെ കനവിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ അവസരവും ലഭിച്ചു. കനവ് മെമ്പേഴ്സിനെ കുറിച്ച് കുട്ടികൾക്ക് തീർച്ചയായും അഭിമാനം കൊള്ളാം. കാരണം വളരെ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ താണ്ടി വന്ന ഒരു പിതാവുണ്ട് നിങ്ങൾക്ക്. അനേകം ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉള്ള കനവ് മെമ്പേഴ്സിനെ കുറിച്ച് ഭാര്യമാർക്കും അഭിമാനം കൊള്ളാം. കാരണം ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന, മുന്നേറുവാനും ഉയരാനും ഒന്നിച്ചു നിൽക്കാനും നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ ഓരോ കനവിന്റെ ഉള്ളിലുമുണ്ട്. ഈ ഞങ്ങൾക്ക് കനവിന് നിങ്ങളുടെയും പൂർണ്ണ സഹകരണം ആവശ്യമാണ്. കാരണം ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഞങ്ങൾക്ക് വരുന്ന തലമുറയ്ക്ക്, കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനും അത് നേടിയെടുക്കുവാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കേരളത്തിന്റെ വെളിയിലേക്ക് നമ്മുടെ ശബ്ദം എത്തേണ്ട സമയമായി. രാജ്യത്തിനും രാജ്യത്തിലെ പല ഉന്നത സ്ഥാനങ്ങളുള്ളവർക്കും നമ്മുടെ നിസ്വാർത്ഥമായ സേവനം അറിയിക്കേണ്ട അവസരമായി. നാവികസേനയിലെ വിമുക്ത ഭടന്മാർ എന്നും രാജ്യത്തിന്റെ പുരോഗതിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. തീർച്ചയായും ഇനി വരുന്ന കാലഘട്ടത്തിൽ കനവിന്റെ പേരും ഉയർന്നു കേൾക്കും. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. ജയ് ഹിന്ദ്.